എന്താ ആഷ്ന എന്തിനായി കടന്ന് നിലവിളിക്കണേ? റിസൾട്ട് അറിഞ്ഞു, എനിക്ക് ഫുൾ A+. അല്ലാ തന്നെ, മാഷാ അല്ലാ. ഞാൻ ഇനി എല്ലാരോടൊന്ന് വിളിച്ചു പറയട്ടെ എന്നാ. ഇപ്പ എന്റെ +2 റിസൾട്ട് വന്നു, എനിക്ക് ഫുൾ A+ ആണ്. ആ തന്നെ. ഋഷു, താത്താക്ക് ഫുൾ A+ ആണ്. ഫുൾ A+ ആണ്. ഫുൾ A+. ആ സൈന, നമ്മളെ കാക്കുൻ്റെ റിസ്വാൻ്റെ നിശ്ചയാണ് അടുത്ത മാസം 3-ാം തീയതി. ആ തന്നെ. അല്ല മനസ്സാ, നമ്മളെ സാറിനെക്കാട്ടിന് 2 മാസം കുറവല്ലേ റിസ്വക്ക്? അതിനിപ്പോ എന്താ? അല്ല, നമ്മളെ സാറക്കും കല്യാണം നോക്കണ്ടേ? ഓക്കിപ്പോ 18 വയസ്സായി, ഇപ്പൊ +2 കഴിഞ്ഞു. ഇനി എങ്ങട്ടാ ഈ പാത്തക്കണു? നോക്കണം. ഞാൻ പോക്കറോട് നല്ല ആലോചനകൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടേ. ആ പിന്നെ എൻ്റെ ഒപ്പമുള്ള അപർണി ഷഹനക്കല്ലേ, ഓര് നീറ്റിൻ്റെ ക്ലാസ്സിന് ചേർന്നിക്കണു. പാനോട് പറഞ്ഞിട്ട് ഇനിയും പാടൊന്ന് ചേർത്തുവോ? ഇക്കാണെങ്കിൽ ഡോക്ടർ ആവാൻ നല്ല ആഗ്രഹ. എനിക്ക് ഡോക്ടർ ആവണം ഉമ്മ. അല്ല എൻ്റെ സാറാ, എൻ്റെ പൂതി ചില്ലറ പൂതിയൊന്നും അല്ലല്ലോ. ഡോക്ടർ ആവാനൊക്കെ എത്രങ്ങാനും കാലം പഠിച്ചണം. അനക്കൊരു കാര്യം അറിയോ? നാളെ പാണ്ടിക്കാട്ടിൽ വന്നില്ലേ ഒരു ചെറുക്കൻ എന്നെ കാണാൻ? ഓൽക്ക് എന്നെ പറ്റിയിക്കണു, അത് ഉറപ്പിക്കാൻ പോവുക. അടുത്ത ആഴ്ച നിശ്ചയം എന്നൊക്കെ പറയുന്ന കേട്ടു ഉപ്പ. 1 വർഷമല്ലേ അമ്മ എൻട്രൻസ്? ഒരിട്ട് എഴുതുമ്പോൾ തന്നെ എനിക്ക് എന്തായാലും എൻട്രൻസ് കിട്ടും. പിന്നെ ഒരു 5 വർഷമുള്ളൂല്ലോ വേണ്ടത് ഡോക്ടർ ആവാന്. അല്ലാ, 5 വർഷോ? നടക്കൂല മോളെ. വേണ്ട അമ്മ, എനിക്ക് കല്യാണം വേണ്ട. എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ച് ഡോക്ടർ ആവണം. കല്യാണം എപ്പോൾ വേണേലും കഴിക്കാലോ. എൻ്റെ ഒപ്പം ഉള്ളവരൊക്കെ പഠിച്ച് ഡോക്ടർ ആവാൻ നിൽക്കുകയാണ്. എന്നെ മാത്രം എന്തിനാ അമ്മ കല്യാണം കഴിച്ച് വിടണേ? അമ്മ ഒന്ന് ഉപ്പാനോട് പറയേ. ഉപ്പാനോട് പറഞ്ഞപ്പോ കേൾക്കുമ്മ. എനിക്ക് കല്യാണം കഴിക്കണ്ട. ഇപ്പാ, എനിക്ക് കല്യാണം കഴിക്കണ്ട. എനിക്ക് പഠിച്ചാൽ മതി. പഠിച്ചിട്ട് എനിക്ക് ഡോക്ടർ ആവണം. ഞാൻ ഡോക്ടറായിട്ട് പിന്നെ കല്യാണം കഴിക്കപ്പാ. അത് പറ്റൂല. ഞാനവർക്ക് വാക്ക് കൊടുത്തു പോയി. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ബന്ധം നമുക്ക് കിട്ടിയില്ലെങ്കിലോ? പിന്നെ പെൺകുട്ടികളെ 18 വയസ്സായ കെട്ടിച്ചു വിട്ട് നമ്മളെ ബാധ്യത തീർക്കണം. എന്നാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. സൈന, സൈന. എന്താ മനസ്സാ? അല്ല, അതിൻ്റെ അടുത്ത് ഇപ്പം എത്ര പവൻ സ്വർണ്ണുണ്ട്? എൻ്റെ അടുത്ത് ഒരു 10-30 പവനുണ്ടാവും. ഞാനിപ്പോൾ ഒരു 30 പവനാണ് വാങ്ങാൻ ഉദ്ദേശിക്കണേ. ബാക്കിന്ന 20 പവന് അതിൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഓർക്കുള്ളൊരു 50 പവനായി കൊടുക്കാം അല്ലേ? അല്ല, അപ്പോൾ പൈസൻ്റെ കാര്യമോ? പൈസൻ്റെ കാര്യം ഇപ്പോൾ പോക്കരാക്ക പറഞ്ഞിരിക്കുന്നത് 10എങ്കിലും ഒരു പ്രതീക്ഷിക്കേണ്ടത് എന്നാണ്. പക്ഷെ നമുക്കൊരു 5എങ്കിലും കൊടുക്കണ്ടേ? അത് വേണേ. പിന്നെ റിസ്വക്ക് കാറും കൊടുത്തീനു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കാറ് കൊടുത്തില്ലെങ്കിൽ മോശമാകുമോയെന്ന് അറിയില്ല അല്ലേ? എന്താ ഈ പറയുന്നത്? കാറൊന്നും ഇപ്പം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. പൈസ കൊടുക്കാൻ തന്നെ ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുകയല്ലേ. പിന്നെ കാക്കൂൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്നും നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നിങ്ങളെന്താ അതിൻ്റെ മട്ടന്മാർ ചെയ്യും, അല്ല അപ്പം ഞാൻ എന്ത് പറയാനാ? മനസ്സാ, നീച്ചണില്ലേ? നേരം കുറേ ആയേ. പെൺകുട്ടിനെ കെട്ടിച്ചു വിട്ട സന്തോഷത്തിൽ സമാധാനമായി ഉറങ്ങാല്ലേ നിങ്ങള്? അത് ശരിയാ. പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാ പിന്നെ ഒരു സമാധാനം അല്ലേ? അല്ല, എന്നിട്ട് പോക്കരാക്ക ഇപ്പം എന്തേ പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്? 10 ലക്ഷം കാറൊക്കെ ഒരു പ്രതീക്ഷിച്ചിരുന്ന്. ഞമ്മക്കിപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു പരിഭവവും ദേഷ്യമൊക്കെ അവർക്ക് ഉണ്ട് എന്നാണ് പോക്കരാക്ക പറഞ്ഞത്. സെനീത് പോയിട്ട് എന്നെ വിളിച്ചിന്നോ? ഞാൻ വിളിച്ചിനുവേ. നിങ്ങളെ വിളിച്ചില്ലേ? അപ്പോ ഇല്ല, ഒന്നെ വിളിച്ചിട്ടില്ല.
ആ ചെറുക്കനോട് ഞാൻ പറഞ്ഞത് ഇനി പോയി കഴിഞ്ഞ അപ്പാനെ വിളിച്ചുള്ളോണ്ടിന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഇമ്മ ഇപ്പ ഇക്ക പോയില്ലേ, ഞാൻ എന്നാ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ വിടാന്നാ പറഞ്ഞിരുന്നേ. എൻ്റെ പൂതി ഇപ്പം ചില്ലറ പൂതിയൊന്നും അല്ലല്ലോ. കല്യാണാലോചന വരുമ്പോഴൊക്കെ അങ്ങനെ പലതും പറയും. അല്ലെങ്കിൽ തന്നെ ഓള് ഇവിടുന്ന് പോയിട്ട് അമ്മക്ക് വെച്ചുണ്ടാക്കി തരാനാ ആരവിടെ? നമ്മളൊറ്റക്ക് ഇപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാനാ? നല്ല പുതുമയാണല്ലോ ഇപ്പൊ ഇത്. അല്ല ശനീതിപ്പ എന്നോട് ഇപ്പം എന്തേ പറഞ്ഞു? ഞാൻ ഇക്കാനോട് ചോദിച്ചപ്പോൾ ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചിട്ട് പോയിക്കോന്നാ പറഞ്ഞേ. ഓന് അന്തണ്ടേ. അല്ലെങ്കിലും ഇപ്പൊ ഇജ്ജ് പണിയെടുത്ത് പൈസ കൊടുത്തിട്ട് വേണ്ടേ ഇപ്പൊ ഞങ്ങൾക്ക് ജീവിച്ചാന്. ഓളേ ആ 50 പവനോ 5 ലക്ഷം കൊടുന്നിക്കണേ. എന്നിട്ട് ഓളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണത്ര. പൂതി നടക്കണ കാര്യപ്പ അത്. സാറാ പെമ്മി എടുത്തു. ഒരു തൊടുക്ക് ഇക്കാണ്. എന്താ ഇപ്പൊ ഇതിലേക്കൊന്ന് വരാൻ തോന്നിയത്? ഞങ്ങളോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണേ. പക്ഷെ ഇനി ഇത് പോയിട്ട് 2 മാസമായില്ലേ, ഇനിയിപ്പോ ഓള് കുറച്ച് ദിവസം അവിടെ നിന്ന് വന്ന് നിന്നോട്ടെ. നിങ്ങളിപ്പോ ഓളെ കൊണ്ടായ ഞങ്ങക്ക് വെച്ച് വിളമ്പി തരാ. അപ്പൊ ആരാ അവിടെ ഉള്ളത്? ഓൾക്കിപ്പോ പണ്ടത്തെ പോലെ പണിയെടുക്കാനൊന്നും വെജേ. അതുകൊണ്ട് തന്നെയല്ലേ നമ്മള് ശനീതനെ കൊണ്ട് എളുപ്പം പെണ്ണ് കെട്ടിച്ചത്. അല്ലെങ്കിൽ മനസ്സാ ഓലിപ്പോ ഏതായാലും വന്നതല്ലേ, ഓലിഞ്ഞിപ്പോ ഓളെ കൊണ്ടായി 2 ദിവസം നിർത്തിക്കോട്ടെ. ഇനിയിപ്പൊ അതിനിപ്പോ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളെ മകളങ്ങളൊന്നും പഠിപ്പിക്കാതാണോ കെട്ടിച്ചു വിട്ടത്? ഓക്കൊരു പണി അറിയില്ലേ. നേരാവണ്ണൊന്ന് അടിച്ചോരി തുടക്കാനും കൂടി അറിയില്ല. പിന്നെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറഞ്ഞാൽ അതും അറിയില്ല. ഒന്നും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ കുത്തിർക്കണാണ് ഒരു ജീവല്ലാത്ത പോലെ കോറിപ്പിടിച്ച്. എന്താ നിങ്ങൾ ഇതിനൊന്നും പഠിപ്പിച്ചാതെ അങ്ങോട്ട് കെട്ടിച്ചു കൂട്ടിക്കണു? ഞാൻ ഇടങ്ങാറായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്നും വയ്ക്കൂല ഓൾക്ക്. ഓള് ചെറിയ കുട്ടിയല്ലേ, ഓൾക്കാകെ 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മട്ടത്തിന് ചെയ്തോളൂ. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, എന്നാലും ഒക്കെ ഓള് ഉഷാറായി ചെയ്തോളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ അമ്മ എന്നാ ഞാൻ പോവാട്ടോ. എന്നായിക്കോട്ടെ. പിന്നെ ഇനിയിപ്പോ ഇവിടുത്തെ കുറ്റവും കുറവൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കണ്ടാവും. എന്നാ ഞാൻ വിളിക്കാം. ഞമ്മടെ വീട്ടിലെത്തിക്കണോ? ഓക്കെ. എന്താ സാറാജി ഇവിടെ ആകെ സങ്കടപ്പെട്ട് കുത്തിരിക്കണോ? ഒന്നുമില്ലപ്പാ. കല്യാണത്തിന് മുമ്പ് മോനുവിന്റെ കൂടെ കളിച്ച് ചിരിച്ച് വികൃതിയും കാട്ടി നടന്നതല്ലേ ഈ? പിന്നെ എന്താ എനക്ക് ഇപ്പൊ ഒരു സങ്കടഭാവം? സൈന, ഇജ്ജ് കണ്ടില്ലത് സാറക്ക് വന്ന മാറ്റം? അതിപ്പോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ. ഓൽക്കൊരു അടക്കോ ഒതുക്കൊക്കെ ഉണ്ടാവും, പിന്നെ കുറച്ച് പക്വതി ഉണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഞാനും അങ്ങനെ തന്നെ അല്ലേനോ. 18 വയസ്സിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിച്ച് ചിരിച്ച് പഠിച്ച് പാറി നടക്കേണ്ട ഈ പ്രായത്തിൽ ഏതോ ഒരു വീട്ടിൽ വേലക്കാരിയായിട്ടാണ് ഞാൻ ഇപ്പം ജീവിക്കണത്. എന്ത് ചെയ്താലും കുറ്റം, എത്ര പണിയെടുത്താലും ഒന്നും എടുത്തില്ല എന്നുള്ള പരാതി, പിന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കുറ്റം. 18 വയസ്സായിട്ടുള്ള എൻ്റെ അടുത്തുനിന്ന് ഒരു പ്രതീക്ഷിക്കുന്നത് 30 വയസ്സായ ഒരു സ്ത്രീയുടെ പക്വതയാണ്. എൻ്റെ പഠിപ്പൊക്കെ നിർത്തി ഇപ്പം തന്നിട്ടുള്ള ജീവിതമല്ലേ ഇത്? എൻ്റെ ശരീരത്തിലുള്ള ആത്മാവ് മരിച്ചു. ഇപ്പോൾ ശരീരം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനി എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയൊക്കെയല്ലേ? പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ പറ്റുക? എങ്ങനെ എനിക്ക് പഴയ പോലെ
ചിരിക്കാൻ പറ്റുക? അതിപ്പോൾ കല്യാണം കഴിഞ്ഞ എല്ലാ പെണ്ണുങ്ങളെ ജീവിതം അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആവുമ്പോൾ അതങ്ങനെ ശീലമാവും. എൻ്റെ പ്രായത്തിൽ എനിക്കൊരു കുട്ടിയായിട്ടില്ലേ. പിന്നെ ഇപ്പോൾ വയസ്സായ അമ്മായിമ്മയും അമ്മോശാക്കിയും അങ്ങനെ തന്നെ അല്ലേക്കരം. ഓല കാലം കഴിയുമ്പോൾ അതൊക്കെ മാറി കിട്ടും. സനീതിന്റെ സ്വഭാവം എങ്ങനെ? സനീതിന് ഇപ്പം ഇമ്മ എന്താ പറയണു അതാണ് വേദവാക്യം. പിന്നെ ഇടക്ക് സ്ത്രീധനം കുറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ കുത്തലും ഉണ്ട്. ഒരു ഭാര്യ എന്നുള്ള പരിഗണന ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. സ്ത്രീധനത്തെ പറ്റി പറയുമ്പോൾ ഇജ്ജ് അത് കാര്യാക്കണ്ട. ഇപ്പാക്ക് ഇപ്പം അത്രയൊക്കെ തന്നെ അല്ലേ തരാൻ പറ്റുള്ളൂ. സൈന, നമ്മളെ കാക്കുവിൻ്റെ റിസ്വല്ലേ ആത്മഹത്യ ചെയ്തു അത്രേ. അല്ലാ പഠിച്ചോനെ, എന്താ ഈ കേക്കണേ? ഇന്നാലിന്നായി വൈനായിരേയി റാജിഊൻ. എന്നാലും റിസ്വ അങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല. ഓൾക്ക് അത്രയും ഇടങ്ങാറുണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോഴും അത്രയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്താ സാറാജി പറയണു? ഓക്ക് അവിടെ ഇടങ്ങേറേനൂന്നോ? ഓക്ക് നല്ല സുഖല്ലേ അവിടെ? സ്ത്രീധനത്തിൻ്റെ പേരിൽ ഓൾക്ക് നല്ല ഇടങ്ങേറുണ്ടായിരുന്നു അവിടെ. ഓള് പോണില്ല എന്ന് കരഞ്ഞു പറഞ്ഞതാ. പിന്നെ താത്തിയും കാക്കിയും കൂടി ഓളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അതാ ഓളീ കടുങ്കൈ ചെയ്തത്. പഠിച്ചോനെ, 10 ലക്ഷം 100 പവനവും കാറും കൊടുത്തിട്ട് ഓൾക്ക് ഇനിയും തികഞ്ഞിട്ടില്ലാന്നോ? എന്ത് മനുഷ്യന്മാരാലേ ഓല്. ഇതിലും ഭേദം റിസ്വനെ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടിയില്ല. എന്നോളെ ജീവനെങ്കിലും കിട്ടിയില്ലേ. ഇതിപ്പോ പാവ റിസ്വ. എന്തായാലും ഓരോ വെറുതെ വിടാൻ പറ്റൂല. ഓർക്കെതിരെ കേസ് കൊടുത്തുക്കണു. റിസ്വന്ന് കരഞ്ഞ് പറഞ്ഞതല്ലേ ഓളിനെ അങ്ങോട്ട് പോണില്ലാന്ന്. അപ്പോൾ മൂത്തപ്പയും മൂത്തമ്മയാണ് നാട്ടുകാരെന്താ പറയാറിഞ്ഞാണ്ട് ഓളെ പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടത്. ഓളെ മരണത്തിന് മൂത്താപ്പാക്കും മൂത്തമ്മാക്കും തന്നെയാണ് പങ്ക്. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി അങ്ങോട്ട് പോണില്ല. അങ്ങോട്ട് പോയാൽ ഒരെന്നെ എന്നെ പീഡിപ്പിക്കും. പാനോട് ഇനി സ്ത്രീധനം ചോദിച്ചു വാങ്ങാൻ പറയും. എനിക്കറിയാം ഇപ്പാക്ക് അതിനുള്ള കഴിവില്ല എന്ന്. ഉമ്മ പാ, ഞാൻ അവിടെ നിന്നോളാം. ഞാൻ അവിടെ നിന്ന് പഠിച്ച് ഡോക്ടർ ആയിക്കോളാം. ഇനി നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എനിക്കും ഇനി റിസ്വൻ്റെ അവസ്ഥയൊക്കെ വരിക. അനക്ക് അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സനീതിൻ്റെ അപ്പാനോടും ഉമ്മാനോടും ഞാൻ സംസാരിച്ചോളാം. എന്നാ പോരാനക്ക്? അതന്നെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. അല്ലാതെ ഇപ്പോൾ ഒക്കെ വേണ്ടാന്ന് വെച്ച് ഇവിടെ വന്നു കുത്തിരുന്ന മനുഷ്യന്മാരെന്താ പറയാ? നാണക്കേടല്ലേ നമുക്ക്? നിങ്ങളോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. വെറുതെ അല്ല ഓരോ കുട്ടികളും ആത്മഹത്യ ചെയ്യണത്. നിങ്ങളൊക്കെ അനുഭവം വന്നാലെന്നോട് പഠിക്കുക. എല്ലാവർക്കും വനിതാ രത്നത്തിലേക്ക് സ്വാഗതം. സമൂഹത്തിൻ്റെ സപ്പോർട്ടില്ല, ഫാമിലിയുടെ സപ്പോർട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കുഴിച്ചു മൂടി സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ആർക്കോ വേണ്ടി ജീവിക്കുന്ന കുറേ സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ? പക്ഷേ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ലോകത്തിന് തന്നെ ഇൻസ്പിറേഷനായി മാറിയ ഒരു സൂപ്പർ ലേഡിയാണ് കേട്ടോ, സാറ IAS. സാറ IAS, പറയൂ, താങ്കൾ ഇതുവരെ എത്താൻ വേണ്ടി എന്തൊക്കെ പ്രതിസന്ധികളാണ് തരണം ചെയ്തത്? എന്തെല്ലാം സഹിച്ചിട്ടാണ് ഇതുവരെ എത്തിയത്? ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാന്നുള്ളത്. പക്ഷേ 18 വയസ്സായപ്പോഴത്തേക്ക് വീട്ടുകാരെൻ്റെ വിവാഹം നടത്തി. പിന്നെ എനിക്ക് എൻ്റെ പഠനം അവിടെ നിർത്തേണ്ടി വന്നു. കല്യാണം കഴിഞ്ഞപ്പോഴോ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. പിന്നെ ആ വീട്ടിലേക്ക് പോകണില്ല, ഞാൻ വീട്ടിലിരുന്നോളാം, പഠിച്ചോളാം എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ വീട്ടിലത്തോരോട് പറഞ്ഞു. പക്ഷെ അതിനൊന്നും അവർ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ആത്മഹത്യൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാവാത്ത ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനു ആത്മഹത്യ ചെയ്യണം? ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. അങ്ങനെയാണ് ഞാൻ ഓൺലൈനിലൂടെ IASനുള്ള പഠനം തുടങ്ങിയത്. ഡോക്ടർ ആവാന്നുള്ള ആഗ്രഹം ഞാൻ മാറ്റിവെച്ചു. ഓൺലൈനിലൂടെ പഠിക്കാൻ കഴിയണ ഒരു ജോലി എന്ന് പറയുന്നത് IAS ആയിരുന്നു.
അങ്ങനെ വീട്ടുകാർ ആരും അറിയാതെ രാത്രികളിൽ ഓൺലൈനായിട്ട് ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കൽ നടത്തി. പിന്നെ എക്സാം എഴുതാൻ വേണ്ടി ഇങ്ങാണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് എക്സാം എഴുതും. എൻ്റെ വീട്ടിലത്തവർക്ക് കൂടി അറിയില്ലായിരുന്നു ഞാൻ പഠിക്കണുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഒടുവിൽ എൻ്റെ ഈ ധൈര്യം കൊണ്ടും എൻ്റെ ഈ പ്രയത്നം കൊണ്ടും എൻ്റെ ഈ ആഗ്രഹം കൊണ്ടും ഞാൻ എൻ്റെ ആഗ്രഹം നേടി. IAS ജോലി കിട്ടിയപ്പോൾ വീട്ടുകാരുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ IAS ആയി എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു. ആരും അറിഞ്ഞിരുന്നില്ലല്ലോ ഞാൻ പഠിക്കണ്ട് എന്നുള്ളത്. പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും നെട്ടി. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ IAS ആയി എന്നൊക്കെ പറയുമ്പോൾ. അതാണ്, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ ഒരാഗ്രഹിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ അത് നേടിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ പേരിൽ സന്തോഷിക്കാനൊക്കെ എല്ലാവരും ഉണ്ടാവും. മാം, ഇപ്പോഴുള്ള ജനറേഷനിലുള്ള പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷണൽ വേർഡ്സ് എന്താണ്? നമ്മുടെ ആഗ്രഹം അത് നമ്മുടെ മാത്രം ആഗ്രഹമാണ്. നമുക്കത് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനു വേണ്ടി പ്രയത്നിക്കണം. മറ്റൊരാളെ സപ്പോർട്ടില്ല, അങ്ങനെ നെഗറ്റീവ് സൈഡ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കണോടത്ത് ഇരിക്കേണ്ടി വരും. മറിച്ച് എവിടുന്നെങ്കിലും എന്തേലും ഒരു വാതിൽ തുറന്നിട്ടിക്കണോ, എല്ലാത്തിൻ്റെയും പോസിറ്റീവ് മാത്രം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടി നല്ല ആഗ്രഹം പ്രയത്നിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒടുവിൽ നമുക്കത് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ തന്നെ. നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സേഫ് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം. പ്രോബ്ലംസ് വരും, പക്ഷേ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തി നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. സൂയിസൈഡിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. സൂയിസൈഡ് എന്നുള്ള തോട്ട് വരുമ്പോൾ ചിന്തിച്ചാൽ മതി, എന്തിന്, ആർക്കു വേണ്ടി. എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്ന് സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം എങ്ങനെയാലും സാധിക്കുക എന്നുള്ളത്. സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയാണ്, ജീവിച്ച് കാണിച്ചു കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്ര സൂയിസൈഡുകളാണ് നമ്മുടെ നാട്ടിലുണ്ടാവണത്. അപ്പോൾ ഇനി ആരും സ്ത്രീധനത്തിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യരുത്. മറിച്ച് ഇന്നെപ്പോലെ പഠിച്ച് ജോലി വാങ്ങി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് മൈ സ്റ്റോറി.